2019 ആഗോളതലത്തിൽ ഉള്ള നരവംശ ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് ഒരു പരീക്ഷണം നടത്തി. ഈ നരവംശം എവിടെയുണ്ടായി, അതെങ്ങനെയൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു എന്നറിയാൻ വേണ്ടി. നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു ആഫ്രിക്കയിലാണ് രൂപം കൊണ്ടതെന്ന്. അവിടെ നിന്നും ഏകദേശം 1.5 ലക്ഷം വർഷം മുൻപ് അപ്പോൾ മനുഷ്യൻ്റെ ഏതാണ്ട് പൂർണ്ണ രൂപം തന്നെ വന്നു. നേരെ നിന്ന് 2 കാലിൽ നടക്കാറായി, ബുദ്ധിക്ക് വികാസം തുടങ്ങി. അങ്ങനെ ഏഷ്യയിലേക്ക് കടന്ന് അവിടെയും വ്യാപിച്ചു. കടന്ന് ഇറാഖ്, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴി ഹിമാലയ സാനുക്കളിലെത്തി ഒരു നല്ല ഗ്രൂപ്പ്. കുറേ ആൾക്കാർ അവിടുന്ന് തന്നെ വടക്കോട്ട് തിരിയുകയുണ്ടായി. ഈ ഹിമാലയ സാനുക്കൾ വന്ന് താമസം ഉറപ്പിച്ചവർക്ക് നല്ല കാലാവസ്ഥയായിരുന്നു. നല്ല ഫലപുഷ്ടമായ മണ്ണ്, കായ്കനികൾ, മൃഗങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവയെ വേട്ടയാടിയും കായ്കനികളും കിഴങ്ങുകളും കഴിച്ച് അന്തസ്സായിട്ട് ജീവിച്ചു ഒരു 1000 വർഷം. അപ്പോൾ പ്രത്യേക അധ്വാനമൊന്നും വേണ്ട, വേട്ടയാടിലൊന്നും വലിയ ബുദ്ധിമുട്ട് വേണ്ട. അല്ലാതെ തന്നെ ഭക്ഷണം ലഭിച്ചെന്ന് കാരണം കുറേ ആൾക്കാർ അവിടെയൊക്കെ മൗനമായിട്ട് ഇരുന്നു തുടങ്ങി. അങ്ങനെ മൗനമായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ബുദ്ധി വികസിച്ചു തുടങ്ങി. വേറെ ജോലിയൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലാക്കി അവർ വീണ്ടും തപസ്സെന്ന രീതിയിൽ കൂടുതൽ മൗനം ദീക്ഷിച്ചു നോക്കി. അപ്പോൾ കൂടുതൽ വികസനം സംഭവിച്ചു. ആ വന്ന വഴിക്ക് തന്നെ ആ വികസിച്ച തലച്ചോറുമായി കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് അങ്ങ് വ്യാപിച്ചു. കുറേ വടക്കോട്ടും കിഴക്കോട്ടും തെക്കോട്ടും എല്ലാം അങ്ങ് സഞ്ചരിച്ചു. അതൊക്കെ 1000 വർഷങ്ങളെടുത്താണ്. അങ്ങനെയാണ് നമ്മുടെ തെക്കേ ഇന്ത്യയിലെ ജനവാസം ആരംഭിച്ചത്. ഏകദേശം ഇവിടെ വന്നപ്പോഴേക്ക് 60,000 കൊല്ലം മുമ്പ് ആണ് ദക്ഷിണേന്ത്യയിൽ മനുഷ്യനെത്തിയത്. അന്ന് മുതൽ അങ്ങനെ പരക്കെ ആൾക്കാർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ അങ്ങ് ഓരോ 10 കൊല്ലം കൂടുമ്പോഴേക്കും നല്ല ജനസംഖ്യ വർദ്ധിച്ചു. അങ്ങനെ താമസിച്ച് വികസിച്ചൊരു വലിയ ജനമായി മാറി. 1000-2000 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ഒന്ന് തന്നെ. അവിടെ നിന്ന് വന്നവരെല്ലാം ഒന്നിച്ച് ജീവിച്ചവരാണ്. അവർ അവരവരുടെ ജോലി അനുസരിച്ച് അവരെ സംരക്ഷണത്തിന് കുറേ ഗ്രൂപ്പ്, ഭക്ഷണം തയ്യാറാക്കാൻ കുറേ ഗ്രൂപ്പ്, മറ്റ് കാര്യങ്ങളിൽ അവരവൻ്റെ ആവശ്യം നടത്താൻ വേണ്ടി കുറേ അങ്ങനെ തിരിഞ്ഞ് കുറച്ചൊക്കെ ഗ്രൂപ്പ് തിരിഞ്ഞൊക്കെ ജീവിച്ചു. എങ്കിലും അന്യോന്യ ഇണകളെ തിരഞ്ഞെടുക്കുന്ന ഒരു സമൂഹമായിരുന്നു. ഒരു തെരുവില്ല. ഇവിടെ ഈ പ്രദേശങ്ങളിൽ തമ്മിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിരുന്നു. അങ്ങനെ ക്രമേണ വികസിച്ച് വന്ന് ഏകദേശം 2000 കൊല്ലം മുമ്പായപ്പോഴേക്ക് ഇവിടെ ജനം ഒത്തിരി പെരുകി. നല്ല എല്ലായിടത്തും തന്നെ ജനം പെരുകി. അതിനിടയ്ക്ക് അവിടുന്ന് വടക്കേ ഇന്ത്യയിൽ നിന്ന് വികസിച്ച തലച്ചോറുമായി കുറേ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നവിടുന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്. അവിടുന്ന് വികസിച്ച ബ്രെയിനുമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അവരിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ മറ്റുമൊക്കെ ഇവിടെ കുറേ ആൾക്കാർക്കെങ്കിലും സാധിച്ചു. അത് പരിഗണിച്ചവർ അവരുടെ ആ അറിവ് വെച്ചുകൊണ്ട് കുറേശ്ശെ വികസിച്ച് തുടങ്ങി. ഒന്നിച്ച് ജീവിച്ച എല്ലാ മനുഷ്യരിൽ നിന്നും കുറേ ആൾക്കാർ വികസിച്ച കുറച്ച് കൂടുതൽ അറിവ് നേടി. അങ്ങനെ അറിവ് നേടി. എന്നാൽ 1200 കൊല്ലം മുമ്പ് ഒരു കൂട്ടം തന്നെ കൂടുതലായിട്ട് ഇങ്ങോട്ട് വന്നു. അവരൊത്തിരി വികസിച്ച ബ്രെയിനുമായിട്ടാണ് വന്നത്, ഒത്തിരി അറിവുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ അറിവ് അത്രയും ഇല്ലായിരുന്ന, വളരെ മോശമായൊരു ചുറ്റുപാടിൽ ജീവിച്ചിരുന്ന, അവർക്ക് പരിഷ്കാരമില്ലെന്നേ ഉള്ളൂ. ആരോഗ്യത്തിനോ മറ്റോ ആയിരുന്നും കുറവൊന്നുമില്ല. അവരെ കീഴ്പ്പെടുത്താൻ പറ്റി ബുദ്ധിയുണ്ട്. അങ്ങനെ കീഴ്പ്പെടുത്തി പല തട്ടുകളായിട്ട് അവർ തിരിച്ച് അങ്ങനെ ഒത്തിരി തട്ടുകളായിട്ട് തിരിച്ചു. അന്ന് വരെ ഒന്നിച്ച് നടന്നിരുന്ന, ഒന്നിച്ച് അന്യോന്യം വിവാഹത്തിൽ അന്ന് ഇണകളെ തിരഞ്ഞെടുത്തിരുന്നൊരു കാലമാണ്. അപ്പോൾ രക്തബന്ധമുള്ളവരാണ് ഇവിടെ. അതിൽ പുറകോട്ട് പോയി. ഇവരങ്ങ് മുന്നോട്ട് പോയപ്പം മറ്റവരെ അതിൽ നൊഴിഞ്ഞു നിന്നു. ഒരു മാറ്റവും വരാതെ അതേപോലെ അന്ന് കടലിൽ ഇത്രയും പൊക്കം ഉണ്ടായിരുന്നില്ല. കടന്ന് കയറാൻ ആൻഡമാൻസും നിക്കോബാറിലും പോയി. അവിടെ അതുപോലെ അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും കഴിയുന്ന ആദിവാസികൾ അവിടെയുണ്ട്. എന്നാൽ ഇവിടെ ഉള്ളവരെ കുറേശ്ശെ പരിഷ്കരിക്കപ്പെട്ടു, പലരിൽ നിന്നിങ്ങനെ കലർന്ന കാരണം. അങ്ങനെ ഇപ്പോഴത്തെ ഈ ദളിതർ എന്ന് പറയുന്നത് സമൂഹവും വനവാസികളും സത്യത്തിൽ ഇപ്പോൾ പരിഷ്കാരികളെന്ന് പറയുന്ന അതേ മനുഷ്യൻ്റെ ബന്ധുക്കളായിരുന്നു.
ബന്ധുക്കളാണ്. കാലം മുന്നോട്ട് പോയപ്പോൾ ചെറിയ പരിണാമ ദശയിൽ ചില മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കാം ജനറ്റിക്കൽ. അല്ലാതെ ഇവരൊക്കെ തമ്മിൽ രക്തബന്ധമുള്ളവരാണ്. ഇപ്പോഴത്തെ വനവാസിയോ ആൻഡമാൻസ് നിക്കോബാറിൽ നിന്നൊരാളിനെ രക്തം എടുത്താലും ഇവിടുത്തെ പരിഷ്കാരികളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്താലും മിക്കവാറും ഒരുപോലെയാണ് ജനറ്റിക്കൽ ഘടന. വളരെ ചെറിയ കാലം കൊണ്ടുള്ള മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കാം. സത്യത്തിൽ ഇവിടുത്തെ ആദിമവർഗം ആദിമവാസികൾ ആണ് ഇന്നും ഈ ദളിതരെന്ന് പറയുന്നവരും വനവാസികളുമൊക്കെ. അവരെങ്ങൊന്നും പുറത്തുനിന്ന് ഒരിക്കലും വന്നിട്ടില്ല. ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒറ്റയാളും പോലും പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളവരല്ല. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ജീവിക്കുന്നവരാണ് വനവാസികളെല്ലാം. ആൻഡമാൻസ് നിക്കോബാറിൽ താമസിക്കുന്നവരും ഇവിടുത്തെ ദളിത് സമൂഹവും വനവാസികളും കംപ്ലീറ്റ് ഇവിടെ ആയിരക്കണക്കുമായിട്ട് ഇവിടുത്തുകാർ തന്നെയാണ്. ഇവിടെ ഈ പ്രദേശത്തിൻ്റെ അധികാരികളാണ് അവർ. അത് കഴിഞ്ഞ് ഈ പരിഷ്കരിക്കപ്പെട്ടവരുടെ കെയർ ഓഫിലും മറ്റുമൊക്കെ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. പുറത്തുനിന്ന് വന്നൊരു സ്ഥിര എണ്ണത്തിൽ കുറവാണ്. എന്നാലും അവരും ബന്ധുക്കളാണ്. വടക്കേ ഇന്ത്യയിൽ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർ ബന്ധുക്കളായിട്ട് നമ്മൾക്ക് കരുതുന്നില്ല, അവരും കരുതുന്നില്ല എന്നേ ഉള്ളൂ. അവർ പുരോഗമിച്ചു, നമ്മൾ പുരോഗമിച്ചില്ല. നമ്മളെല്ലാം ബന്ധുക്കളാണെന്നുള്ള കാര്യം ഈ വലിപ്പച്ചെറുപ്പം പറയുന്നവർ ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ആ ഒരു പഠന റിപ്പോർട്ട് 2019 ശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി മലയാളത്തിലുള്ള ഒരു 4-5 പ്രഭാഷണങ്ങൾ, പഠന റിപ്പോർട്ടുകൾ മലയാളത്തിൽ പ്രഭാഷണ രൂപേണ അവതരിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ കിട്ടും. അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണിത് പറഞ്ഞത്. ഇത് നമ്മൾ തരംതിരിവും പറഞ്ഞ് മറ്റുള്ള നമ്മളെയൊക്കെ താഴെയാണ് അവർക്കൊരു വിഷമം, ഞങ്ങൾ താഴെയാണെന്നൊരു തോന്നൽ. ഈ 1200 കൊല്ലത്തിന് ഇടയ്ക്ക് വന്ന തരംതിരിവും അവരിൽ തന്നെ കുറച്ച് വികസിച്ച് പോകുമ്പോൾ ഒരേ കുടുംബത്തിലെ ധനമുള്ളവരും ഇല്ലാത്തവരും വരാറില്ലേ. ധനമുള്ളവരെ പുച്ഛിക്കും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ ധനം കുറഞ്ഞവരെ, അറിവ് കുറഞ്ഞവരെ. അവരിലൊരു വിദ്യാഭ്യാസം അധികമുള്ള ഒരാളെന്ന് വെച്ചു ഒരു കുടുംബത്തിൽ 5 മക്കളുണ്ടെങ്കിൽ ഒരുത്തൻ IAS കാരനാണ്, മറ്റവനെ MA ഒക്കെ പഠിച്ചിട്ട് അവൻ വലിയ ഉദ്യോഗസ്ഥനാണ്, മറ്റവരെ കൂലിപ്പണിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് സാഹചര്യം കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. മറ്റവർക്കൊരു അവരെ അങ്ങനെ അടുപ്പിക്കുകയൊന്നുമില്ല. അവരോടത്ര മൈൻഡ് ചെയ്യുകയും ചെയ്യാത്തൊരു ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതുപോലെയാണ് ഇവിടുത്തെ ഈ ജനം. ഒരൊറ്റ ദളിതൻ പോലും പുറത്തുനിന്ന് വന്നവരല്ല, ഇവിടെയുള്ളവരാണ്. നമ്മളൊക്കെ അവരുടെ ബന്ധുക്കളാണ്, അവരെല്ലാം നമ്മുടെ ബന്ധുക്കളാണ്. ഇതൊന്ന് ഓർത്ത് വെക്കുന്നത് കൊള്ളാം. ഈ തരംതിരിവ് ചിന്തിക്കുന്നവർ അവർ കുറവാണ്, ഇവർക്ക് കുറവാണ്. ഈ തീണ്ടലും തൊടിയിലും എന്നൊക്കെ പറഞ്ഞത് ഈ 1200 കൊല്ലം 1000 കൊല്ലം ആയിട്ടുള്ളൂ പ്രബലമായിട്ട്. 1200 കൊല്ലം മുമ്പ് ആരംഭിച്ചതാണ്. അത് എന്നും ഉണ്ടല്ലോ വനനിയമം പോലെ. അവിടുത്തെ ആരോഗ്യമുള്ള സിംഹം, കടുവ എന്നതുപോലെ മാനിനെപ്പോലെ കീഴടക്കിയല്ലേ അവസരം എന്നതുപോലെ ഒരു വനനീതിയാണ് ഇവിടെ നടപ്പിലായത്. അതുകൊണ്ട് പറ്റിയതാണിത്. ഇത് മനുഷ്യനും അങ്ങനെ തന്നെയാണ്. വനവാസിയാണ് മനുഷ്യൻ കാലം തന്നെയാണ്. അവൻ പരിഷ്കരിച്ച് പിന്നീട് പരിഷ്കരിച്ച് വന്നതാണ് ബുദ്ധി വികസിക്കുന്നതനുസരിച്ച്. അതുകൊണ്ട് ഈ തരംതിരിവ് ഒരിക്കലും പാടില്ല. ഇപ്പം അല്പം പുറകോട്ട് പോയി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ ബന്ധുക്കളാണെന്നുള്ളൊരു തോന്നലോടുകൂടി ഇപ്പോൾ ഉയർന്നവരെന്ന് പറയുന്ന അവരും അവരുടെ ഓരോരുത്തരും ചുമതലയാണ് ഇവരെ കൊണ്ട് ആ നിലയിലെത്തിക്കുക എന്നുള്ളത്. അതേ കുറച്ചിട്ട് കാര്യമില്ല. അവരും ഇതുപോലായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. ഇതിനെപ്പോലെ അല്ല, ഇതിനേക്കാളും വെറും ആൻഡമാൻസ് നിക്കോബാറിൽ ഇപ്പോൾ ഉള്ള ആളിന് അതേ സൈസായിരുന്നു ഇവിടുത്തെ ഈ വലിയ പുള്ളികളാണ്, വലിയ കുടുംബക്കാരാണെന്നൊക്കെ പറയുന്നവരൊക്കെ. അത്ര അപരിഷ്കൃതമായിരുന്നു. അവരിൽ നിന്നാണ് ഈ മാറ്റം വന്നത് തലമുറകളിലൂടെ. ഒരു സമൂഹം അവരിൽപ്പെട്ട കുറേ ആൾക്കാർ അല്പം പുറകിൽ നിന്നുപോയി എന്നുള്ളത് കൊണ്ട് അവർക്ക് പതിത്വം കൽപ്പിച്ച് അവർക്കൊരു കുറവ് കൽപ്പിക്കുകയല്ല വേണ്ടത്. അവരെ ഇപ്പം ഇതോടൊപ്പം ഒന്നിച്ച് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം. അവരുടെ കയ്യിൽ കുറേയേറെ സ്ഥലം കൊടുത്തിരുന്നു മുമ്പ് കേരള ഗവൺമെൻറ്. പക്ഷേ അത് മുഴുവൻ ഒരു സെൻറ്റ് പോലും അവരുടെ പേരിലില്ല, മുഴുവൻ കളഞ്ഞു. അതിന് മാത്രം വികാസം സംഭവിച്ചിട്ടുള്ളൂ കുറേ ആൾക്കാർക്ക്. എല്ലാവരും അല്ല. ഇന്ന് 25% വലിയ ഉന്നത നിലയിലാണ്. ബാക്കിയുള്ളവർ കുറച്ച് അങ്ങനെയുണ്ട് ഇപ്പോഴും. അവരെ പരിഷ്കരിക്കാൻ അവരിൽ പണം കൊടുക്കുകയല്ല വേണ്ടത്. കഴിഞ്ഞ 75 കൊല്ലം മുമ്പ് 75 കൊല്ലമായിട്ട് അവർക്ക് വേണ്ടി ചിലവഴിച്ച പൈസയുടെ ഒരു 100-1 ഇന്ന് അവരെ ഇവിടെ പരിഷ്കൃത സമൂഹത്തേക്കാൾ കൂടുതൽ മുന്നേറേണ്ടതാണ്. അതെല്ലാം അന്യാധീനപ്പെട്ടു. 1 രൂപയ്ക്ക് 15 പൈസ കിട്ടുകയുള്ളൂ അയാളുടെ കയ്യിൽ. അത് മുഴുവൻ ഇടയ്ക്കൊന്ന് ധൂർത്തടിക്കും, ഇടയ്ക്കൊന്ന് മുഴുവൻ ചൂഷണം ചെയ്യുമായിരുന്നു ഉദ്യോഗസ്ഥന്മാരുമൊക്കെ.
പ്രമുഖരും ഉദ്യോഗസ്ഥ പ്രമുഖരും മറ്റ് എല്ലാവരും ഭരണത്തിലും എല്ലാം ചൂഷണം നടന്നു. അതിന് പകരം അവരുടെ പേരിൽ പണം ഇനിയും കൊടുക്കണം. ഇപ്പോൾ കൊടുക്കുന്ന പോരാ, കൂടുതൽ കൊടുക്കണം. കൂടുതൽ കൊടുത്തിട്ട് അതിൻ്റെ ഓരോ പണവും ചിലവാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച മോഡിയെപ്പോലുള്ള സ്വാർത്ഥത ഒട്ടുമില്ലാത്ത കുറേ ഇൻ്റർവ്യൂവിലൂടെ തിരഞ്ഞെടുത്ത് കേരളത്തിൽ 1000 പേരെ നിയമിക്കണം. ഓരോ ഏരിയ അവരുടെ കയ്യിൽ കൊടുക്കണം. പണം ഇത് അർഹതപ്പെട്ടവൻ്റെ പേരിൽ അടച്ചാലും അതിൽ നിന്ന് പണം പിൻവലിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് പഠനം നടന്നിട്ട് ഈ ആളിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം മാറിയെടുക്കണമെങ്കിൽ ആ പണം ആ രീതിയിൽ പരിഷ്കരിക്കാമെങ്കിൽ ഒരു 15 കൊല്ലം കൊണ്ട് മുഖ്യധാരയിൽ എത്തും. എല്ലാവരും ഒരുപോലെ ഇരിക്കും. ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട് ഇപ്പം ആ സമൂഹത്തിൽ നിന്നും. പക്ഷേ ഇതെല്ലാവരും ഒരൊറ്റയാൾ പുറകോട്ട് പോവുകയില്ലാത്ത ഒരു നിലയിലെത്തും. അല്ലാതെ പണം അവരുടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ വസ്തുക്കൾ കളഞ്ഞ പോലെ കളയുമെന്നുള്ളത് കൊണ്ടാണ് അവരത്ര വികസിച്ച് വരികയല്ലേ. അതുകൊണ്ടാണ്. അല്ല അവരുടെ നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. നമ്മൾ പിന്നെ എന്തൊക്കെയോ ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ഇത്രയൊക്കെ എത്തി അനേകായിരം കൊല്ലം കൊണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് സർക്കാർ കേരള നമ്മുടെ സംസ്ഥാന സർക്കാരും അതിനുവേണ്ടി ശ്രമിക്കണം. അതെല്ലാം കൂടി ശ്രമിച്ച് ഒരു ഇൻ്റർവ്യൂ ചെയ്ത് സ്പെഷ്യൽ ക്വാളിറ്റി ഉള്ള ആൾക്കാർ 1000 പേരെ നിയമിച്ചിട്ട് ഓരോ ഏരിയ ഓരോരുത്തരുടെ കീഴിൽ ആ വരുന്ന ഉപഭോക്താവിൻ്റെ കയ്യിൽ വരുന്ന പണം ഓരോരുത്തരുടെയും കയ്യിലെത്തുന്ന അവരുടെ പേരിലെത്തുന്ന പണം അത് ചിലവഴിക്കുമ്പോൾ അത് എന്തിന് ചിലവഴിക്കുന്നു, എങ്ങനെ ചിലവഴിക്കുന്നു അവരെ ഉപദേശിക്കാൻ, അവരെ സഹായിക്കാൻ, അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി 1000 പേരെ നിയമിച്ചാൽ 15 കൊല്ലം കഴിയുമ്പം ഇവിടെ ഒരു ചുറ്റുപാടും കുറഞ്ഞ് ഒരൊറ്റ ആളും കാണുകയില്ല. അത് ഉറപ്പാണ്. നരേന്ദ്രമോദിയെപ്പോലെ തന്നെ സ്വഭാവമുള്ള വ്യക്തികളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ 1000 പേരും. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അത് സംസ്ഥാനത്ത് വേണമെന്നില്ല, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൂടെ വരുന്ന ആൾക്കാരായിരിക്കണം. അങ്ങനെ ഇതിവിടെ നടപ്പിലാക്കണം. ഓരോ ഗ്രൂപ്പ് ഓരോ ആളുടെയും കീഴിൽ എത്ര പേര് വികസിച്ചു, എങ്ങനെ വികസിച്ചു എന്ന് റിപ്പോർട്ട് 6 മാസം കൂടുമ്പം തയ്യാറാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ തരംതിരിവ് ഇപ്പം മേനി നടിച്ച് നടക്കുന്ന ഈ ഉന്നത ശൃംഖലയിലിരിക്കുന്നവരെന്ന് അഭിമാനിക്കുന്ന ആ ഒരു വർഗം ഇവിടുന്ന് അപ്രത്യക്ഷമാവും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ആവും എന്നർത്ഥം. അവരെക്കാൾ മുമ്പിൽ നമുക്ക് എത്തിക്കണം. അതിനുവേണ്ടി ഇന്ന് മുടക്കുന്നത് പോലെ അല്പം കൂടെ വേണം. നരേന്ദ്രമോദി സർക്കാർ വന്നതിൽ ഇപ്പം ഒത്തിരി വർദ്ധിപ്പിച്ചിട്ടുണ്ട് തുക. എന്നാൽ അത് വേണ്ടത്ര കൊള്ളുന്നുണ്ടോ എന്ന് സംശയത്തിൻ്റെ പുറത്താണ് ഞാനിത് പറഞ്ഞത്. ഇതേതായാലും ഇങ്ങനൊരു കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചു. നമുക്ക് ഓരോരുത്തർക്കും ഇന്ത്യൻ പൗരന് ഓരോരുത്തർക്കും അതിനുള്ള ചുമതലയുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും ഇതാണ് സ്ഥിതി. ഒരു സംസ്ഥാനത്തിൻ്റെ കയറി ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ.